ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അധികം കുക്കിംഗ് ഒന്നുമില്ല കേട്ടോ. ഇന്ന് കുറച്ച് തിരക്കുള്ള ദിവസമാണ്, ഞായറാഴ്ചയാണ്, മിനിക്കുട്ടന് പാട്ടിന് പോകേണ്ട ദിവസമാണ്. അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ, ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഈ ഞായറാഴ്ചയിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഹൈപ്പും പിന്നെ സബും ഒക്കെ ചെയ്തിട്ട്, വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഇന്ന് അധികം കുക്കിംഗ് ഇല്ല, എനിക്കൊന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം, അതിൻ്റെയൊക്കെ ഒരു തിരക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ ഞാൻ പതിവ് പോലെ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നേരത്തെ തന്നെ എഴുന്നേറ്റ് വന്ന് ചുക്കുവെള്ളമൊക്കെ ഒന്ന്, ചുക്കുവെള്ളം അടുപ്പത്തുണ്ട് കേട്ടോ, നല്ല ചൂടുള്ള തലേന്ന് വൈകുന്നേരം തിളപ്പിച്ച് വെച്ച ചുക്കുവെള്ളമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി മാറ്റും, അതത് ദിവസം നമ്മൾ കഴുകി മാറ്റുമല്ലോ. അങ്ങനെ ആ പാത്രമൊക്കെ കഴുകിയിട്ട് ആ ചുക്കുവെള്ളം എന്ത് ചെയ്യുകയാണ്, ഇതിലേക്ക് ഒഴിച്ച് വെക്കട്ടെ. നല്ല ചൂടുണ്ട് കേട്ടോ, കാരണം ഈ അടുപ്പിന് തന്നെ ഒരു ചൂടുണ്ടാവുമല്ലോ. അപ്പോൾ പിന്നെ ആ ചുക്കുവെള്ളമൊക്കെ ഇവിടെ കൊണ്ടുവച്ചു. രാവിലെ എനിക്ക് അങ്ങനെ ചായ കുടിക്കാറില്ല. അപ്പോൾ രാവിലെ തന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞു. ഒന്നും ഉണ്ടായിട്ടല്ല, എനിക്ക് മേലൊക്കെ വേദനയായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് ഷുഗറും കൊളസ്ട്രോളും പിന്നെ ESR ഒക്കെ ഒന്ന് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ ദിവസമായി പോകണം എന്ന് വിചാരിക്കുന്നത്. അപ്പോഴാണ് മീൻകുട്ടൻ്റെ കാല് പൊട്ടലും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ വെച്ചാൽ മീൻകുട്ടൻ്റെ കാലിന് വയ്യാതായി. അപ്പോൾ അങ്ങനെ ഓരോ കാരണങ്ങളെ കൊണ്ട് എന്തായി പോകാൻ പറ്റിയതേ ഇല്ല. പിന്നെ ഇന്ന് എന്തായാലും ഞാൻ വിചാരിച്ചു രാവിലെ ചോറ്, മോനേട്ടൻ പറഞ്ഞു ഇന്ന് ചോറ് വെക്കണ്ടേ, ഇന്നും നമ്മൾ വെക്കുന്നതല്ലേ, ഇന്ന് പുറത്തുനിന്ന് കഴിക്കാം, രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി, നമുക്കിന്ന് എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാമെന്ന്. മോനേട്ടനെ ഞങ്ങളെ ആരോഗ്യകാര്യത്തിലാണ് കേട്ടോ എപ്പോഴും ശ്രദ്ധ. ഞങ്ങളിനെയും മോനെ ഇങ്ങനെ എന്തുണ്ടെങ്കിൽ കാണിച്ചുകൊണ്ടിരിക്കും. മോഹനേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ ഒന്നും ഇട്ട് കാണിക്കുകയില്ല, അതുമില്ല കേട്ടോ. അങ്ങനെ ഞാനത് പറയുകയും ചെയ്യാറുണ്ട് മോനേട്ടനെ, ഞങ്ങളെ മാത്രം പൂരിപ്പിച്ചാൽ മതിയോ എന്നൊക്കെ ചോദിക്കും കേട്ടോ മോനേട്ടനോട്. അപ്പോൾ എന്തായാലും ഇന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ രാവിലെ ദോശയ്ക്ക് എന്ത് ചെയ്യാം, ഉള്ളി ഉരുളക്കിഴങ്ങ് കറി വെക്കാം, ചട്നി വേണ്ട, ഉള്ളി ഉരുളക്കിഴങ്ങ് കറി വെക്കാം എന്ന് വിചാരിച്ചിട്ട് അതിനുള്ളതൊക്കെയാണ് കേട്ടോ അപ്പോൾ അരിഞ്ഞ് വെച്ചത്. പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണ്, പിന്നെ എനിക്ക് കുളിക്കണം. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് പോവാം, പിന്നെ അത് കഴിഞ്ഞിട്ട് പാട്ട് ക്ലാസ്സിനും പോകണമല്ലോ. അപ്പോൾ എന്ത് ചെയ്യുക, രാവിലെ നേരത്തെ ഒരു 6:30-7 മണിയാകുമ്പോഴേക്കെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകണം വിചാരിച്ചിട്ടാണ് വേഗം രാവിലെ തന്നെ കറിയാക്കി വെച്ചു കേട്ടോ. പിന്നെ മോഹനേട്ടന് ഞാനൊരു ഗ്ലാസ് ചായയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ച് എഡിറ്റ് ചെയ്തതിൽ എന്തോ ഒരു വ്യത്യാസം ഉണ്ട്. കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പാലെടുത്തിട്ട് മോഹനേട്ടൻ എന്ത് ചെയ്തു, ചായ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഇന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം, ഇന്നാൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസത്തെയൊക്കെ ഞാൻ ഒഴിച്ചു വെച്ചു. ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് സാധനങ്ങൾ തീർന്നതൊക്കെ ഒഴിച്ചു വെച്ചിട്ട്. അപ്പം കുറച്ചും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടോ, ബാക്കി വേണ്ടതെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട് അതിനും പോകണം. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഞാൻ മോഹനേട്ടനെ ചായ വെച്ച് കൊടുത്ത ശേഷം കുളിച്ച് വന്നിട്ടാണ് കേട്ടോ പൂജാമുറിയിൽ കയറുക. അങ്ങനെ പൂജാമുറിയൊക്കെ ഒന്ന് തുടച്ചു, പൂജാമുറി തുടച്ചിട്ട് അവിടെ വിളക്കെല്ലാം കത്തിക്കുകയാണ് കേട്ടോ. വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് നേരം നാരായണിയൊക്കെ വായിച്ചു. പിന്നെ എനിക്ക് ഞാൻ ഷോർട്ടായിട്ട് ഇടുന്നുണ്ടല്ലോ നാരായണിയും, അപ്പോൾ അതൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനും ജപിച്ചൊക്കെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു നേരത്തെ തന്നെ മേക്കപ്പാണ് കേട്ടോ, വലിയ മേക്കപ്പൊന്നുമില്ല കേട്ടോ. ഞാൻ കുറച്ച് സൺസ്ക്രീം എടുത്തിട്ട് തേക്കുകയാണ്, കുറച്ച് പൗഡറും, ഇത്രയേ ഉള്ളൂ. പിന്നെ മോൻ്റെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെയും മേക്കപ്പിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇപ്പം തന്നെ ചെയ്ത് വെച്ചാൽ അത്രയും പണി കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണോ. ഒരു പൊട്ട്, ഒത്തിരി ചന്ദനം, ഒത്തിരി കുങ്കുമോ, ഒത്തിരി കണ്ണെഴുതൽ, ഇതാണ് എൻ്റെ മേക്കപ്പ്. എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, അതൊക്കെ കഴിഞ്ഞിട്ട് പോവാൻ നിൽക്കുക. അപ്പോൾ മീൻകുട്ടനോട് പറയും, മീൻകുട്ടൻ അവിടെ ഇരുന്ന് എഴുതിക്കോ, മോൻ വരണ്ടെന്നൊക്കെ പറഞ്ഞ് ടാറ്റ കൊടുക്കുകയാണ്. അത് ഞാൻ ആ പറയേണ്ട താമസം അവൻ ആദ്യം വണ്ടീൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവനും വന്നു. പിന്നെ ഞങ്ങൾ വാതിലൊക്കെ അടച്ചിട്ട് ഗേറ്റൊക്കെ അടച്ചിട്ട് പോവുകയാണേ. സ്കൂട്ടിയിലാണ് പോയത്. മീൻകുട്ടൻ മുന്നിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞാൻ അവനോട് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടില്ല. അപ്പോൾ അവനും വരണമെന്ന്. എന്നിട്ട് ഞാൻ വിചാരിച്ച് വരട്ടെ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. ഇവിടുന്ന് സുരേഷ് ലാബിൽ നിന്നാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തത്. അപ്പോൾ അവിടെ പരിചയമുള്ള ആൾക്കാർ ഇടയ്ക്ക് പോകുന്നതുകൊണ്ടേ അവർക്കൊക്കെ നല്ല പരിചയമാണ്. മോഹനേട്ടൻ്റെ ഫ്രണ്ടുമാണ്. അങ്ങനെ ബ്ലഡ് എടുത്താൽ കിട്ടില്ല കേട്ടോ. എനിക്ക് തടിയുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ ഒരു 2-3 സ്ഥലത്ത് കുത്തിയാലേ വേദന ഉണ്ടാവും. നല്ല വേദന കേട്ടോ, 2-3 സ്ഥലത്ത് കുത്തണം, എന്നാലേ എനിക്ക് ബ്ലഡ് ശരിക്കും കിട്ടുള്ളൂ. അങ്ങനെ ബ്ലഡൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ കുറച്ചുകൂടെ വെള്ളമൊക്കെ കുടിച്ചു കേട്ടോ. വെള്ളമൊക്കെ കുടിച്ച് വന്നിട്ട് നമ്മളെ കറിയൊക്കെ എന്തായി നോക്കി. പിന്നെ അതെല്ലാം ചട്ടിയിലേക്ക് ആക്കി തേങ്ങയൊക്കെ അരച്ചു. തേങ്ങയൊക്കെ അരച്ച് വന്നിട്ടാണ് കേട്ടോ അരച്ചത്. തേങ്ങയൊക്കെ അരച്ചു, അതൊക്കെ അതിലേക്ക് കലക്കിയിട്ടോ. അങ്ങനെ കൂട്ടാൻ്റെ പണി റെഡിയാക്കി. കുറച്ച് കരുവേപ്പിലയൊക്കെ ഇട്ടിട്ട് ഒക്കെ റെഡിയാക്കിട്ടോ. അപ്പം കൂട്ടാനും ആയല്ലോ. ഇനിയിപ്പോൾ 9 മണി 9:15 കേട്ടോ പാട്ട് ക്ലാസ്സിന് പോകേണ്ടത്. ഇപ്പം അത്രയും സമയമായിട്ടുള്ളൂ. പിന്നെ ഞാൻ വേഗം ഒക്കെ റെഡിയാക്കിയൊക്കെ ഒന്ന് അടിച്ചു വാരാണേ. അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കൂട്ടാനും കൂടെ ആക്കി വെച്ചിട്ട് അടിച്ചു വാരാൻ നിന്നു കേട്ടോ. അടിച്ചു വാരലും തുടയ്ക്കലും കഴിഞ്ഞ് ആ പണിയില്ലല്ലോ വന്നിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ജോലിയും, കാരണം ചോറ് വെക്കുകയാണെങ്കിൽ ഇതിന് ഞാൻ അത്ര മെനക്കെടില്ല കേട്ടോ. എല്ലാം കൂടെ ആയി 9 മണിക്ക് പോകാൻ എനിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. രാവിലെ എണീക്കാൻ കുറച്ച് വൈകുമൊക്കെ ആണെങ്കിൽ, അല്ല രാവിലെ എണീക്കുകയാണെങ്കിൽ എല്ലാ പണിയും കഴിഞ്ഞിട്ട് പോകാനും പറ്റും കേട്ടോ.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അലക്കൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ, അലക്കലും കഴിഞ്ഞിട്ടില്ല, ബാക്കി എല്ലാ പണികളും കഴിച്ച് വെച്ചിട്ടാണ് പോകുന്നത്. ചോറ് വെച്ചിട്ട്, കാരണം ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയതുകൊണ്ടാണ് ബാക്കി അലക്കൽ നടക്കാൻ, അല്ലെങ്കിൽ അലക്കൽ നടക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ചോറ് വെച്ചില്ല എന്ന് പറഞ്ഞല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ അകവും തുടച്ചെടുത്തു കേട്ടോ. അതിനുശേഷം ദോശ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ദോശ ഉണ്ടാക്കുക വെച്ചാൽ ദോശ പിന്നെ ആ ചൂടത്താണ് എല്ലാവർക്കും കൊടുത്തു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പ്രത്യേകം എടുക്കാൻ, അത് ദോശ ആവുന്നതിന് ചൂടോടെ മോഹനേട്ടനും മോനും കൊടുത്തു കേട്ടോ. പിന്നെ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, കാരണം ഒന്നാമത് സമയത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ കഴിച്ചു, ദോശയൊക്കെ കഴിച്ചു കഴിഞ്ഞ് പുറപ്പെടുകയാണ്. ഞാൻ ഡ്രസ്സ് മാറ്റിയിട്ടോ, മറ്റേത് വീട്ടിൽ നിന്ന് ഇടുന്ന ഡ്രസ്സ് അതിട്ടിട്ടാണ് ഞാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അത് അടുത്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം. ഇത് പിന്നെ നമുക്ക് കുറച്ച് ദൂരെ പോകണമല്ലോ, പാട്ട് ക്ലാസ്സിനും പിന്നെ ചെറിയ സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിങ്ങിന് പോകണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. പാട്ട് ക്ലാസ്സിലത്തെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പാട്ട് ക്ലാസ് മോഹനേട്ടന് അത്ര ഇഷ്ടമല്ല, പാട്ട് ക്ലാസ് സ്കൂള് ഇതൊന്നും കാണിക്കുന്നത് മോഹനേട്ടന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതെടുത്തില്ല. മോൻ്റെ പാട്ട് ക്ലാസ് കഴിഞ്ഞു. അവിടെ കുറേ നേരം ഇരുന്ന് വെച്ചാൽ ഒരു 11:30 വരെ ഇരുന്നു. അപ്പോൾ അന്ന് കരോക്കേൻ്റെ മാഷ് വരില്ല പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാണ്, റിലയൻസിൻ്റെ ഷോപ്പുണ്ട് പാട്ട് ക്ലാസ്സിൻ്റെ അടുത്ത് തന്നെയാണ് റിലയൻസിൻ്റെ ഷോപ്പ്. പിന്നെ അവിടെ പോയി നല്ല മഴ അപ്പോഴേക്ക് പെയ്തു കേട്ടോ. പിന്നെ കുറച്ച് കോളിഫ്ലവർ വിൻകൂട്ടൻ വേണമെന്ന് പറഞ്ഞു, അതെടുത്തു. പിന്നെ ഇങ്ങനെ നമ്മൾ ഷോപ്പിൽ പോയിട്ട് 2 സാധനം വാങ്ങാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു കയ്യും കണക്കും ഇല്ല കേട്ടോ. മീൻകൂട്ടം ഇങ്ങനെ നോക്കൂ, ഞാൻ ആകെ കുറച്ച് ഉഴുന്നും ചെറുപയറും വാങ്ങണം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പച്ചക്കറിയും, പിന്നെ പറയണ്ട എന്തൊക്കെയാണ് വാങ്ങിയത് നമുക്ക് തന്നെ അറിയില്ല. പിന്നെ മീൻകൂട്ടനാണ് കേട്ടോ അവിടെ സാധനം എടുക്കുന്ന ആളും പിന്നെ ഈ വണ്ടി ഉന്തുന്ന ആളൊക്കെ മോനാണ്. പിന്നെ ഇങ്ങനെ കാണുമ്പോഴേ നമ്മളിങ്ങനെ എല്ലാം എടുത്തു പോയിട്ട് എത്ര വേണ്ടാന്ന് വിചാരിച്ചാൽ ഞാൻ എടുത്തില്ലെങ്കിലും അച്ഛനും മോനും എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്തിട്ട് ആ കൊട്ടയിൽ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. പിന്നെ ഞങ്ങൾ മേലെ പോയി സോപ്പിൻ്റെ സെക്ഷനൊക്കെ മേലെയാണ് കേട്ടോ. പിന്നെ അവിടെയൊക്കെ പോയി വിൻകൂട്ടൻ എന്ത് ചെയ്തു, അവിടെ പോയി കഴിഞ്ഞാൽ എപ്പോഴും ഈ ഒരു ഭാഗത്താണ് ഉണ്ടാവുക കളിപ്പാട്ടങ്ങളെ, ഞാൻ കളിയാക്കും ചെയ്യും. പിന്നെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഈ തുണികളെ ഭാഗത്താണ് കേട്ടോ. അപ്പം പിന്നെ മോഹനേട്ടൻ്റെ അവിടെ ജീൻസൊക്കെ ഉണ്ട്, 499 രൂപയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ജീൻസൊക്കെ ഒന്ന് എടുത്ത് നോക്കി. പിന്നെ ഞങ്ങൾ അതിലൊക്കെ നടന്നു കേട്ടോ, കാരണം പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ ആ മഴയത്ത് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല. കാറ് വെച്ചത് പാട്ട് ക്ലാസ്സിൻ്റെ അടുത്ത്, ഇത് കുറച്ചും ഇങ്ങോട്ട് നടന്ന് വരണം. അപ്പോൾ ഏതായാലും മഴ കഴിയുന്നവരെ വേണമല്ലോ. അപ്പോൾ പിന്നെ ബില്ല് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഊണ് കഴിക്കാനായി എത്തി. ഊണൊക്കെ കഴിക്കുന്നതാണ് കാണുന്നത് കേട്ടോ. സാധാരണ ഒരു നാടൻ ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. അപ്പോൾ അവിടെ ചോറും പിന്നെ ഒരു ഉപ്പേരി, ഒരു പച്ചടി, പിന്നെ അച്ചാറ്, പിന്നെ 2 കൂട്ടാനുണ്ടാവും കേട്ടോ. ഒരു സാമ്പാറും ഉണ്ട്, പിന്നെ ഒരു പരിപ്പ് എന്താ പറയുക, ഒരു സാധാ ഒരു കൂട്ടാനില്ലേ, നാളെ എരിശ്ശേരി പോലത്തെ കൂട്ടാനും ഇതൊക്കെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു, പായസവും രസമൊക്കെ. എന്താണെന്നറിയില്ല, അതൊന്നും കിട്ടിയില്ല, മഴയായതുകൊണ്ടാണ് ഒന്നും ആയില്ല. പൊന്നിച്ചോറൊന്നും ഇല്ല എന്ന് പറഞ്ഞു. 2 തരം ചോറുണ്ടാവും കേട്ടോ അവിടെ, പൊന്നിച്ചോറും ഉണ്ടാവും കുറുവച്ചോറും ഉണ്ടാവും. അപ്പം അതൊന്നും ആയിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒരുപാട് ചോറുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചോറ് വിളമ്പി, അവരോട് കുറച്ചെന്ന് പറയുമ്പോൾ അവർക്കില്ല. വിൻകുട്ടനെ തന്നെ എത്രയാ ചോറ് വിളമ്പി, അവൻ അത്രേൻ്റെ 4 ഭാഗം അവൻ കഴിക്കില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞ് മുടി വെട്ടിയതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അവന് മുടിയൊക്കെ വെട്ടി, പിന്നെ കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിയിട്ടോ. കുറേ ആയി ബേക്കറി ഒന്നും വാങ്ങാത്ത. അങ്ങനെ ബേക്കറിയൊക്കെ വാങ്ങി വീട്ടിലെത്തിയതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത്രയുള്ള വിശേഷം. വീഡിയോ ഇഷ്ടമാവുമോ എന്നറിയില്ല, ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിർത്തുകയാണ്. ഓക്കെ, ബൈ ബൈ, ടാറ്റ, സി യു.